ഈ ഒരു മുഹൂർത്തം നമ്മളെ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മളുടെ ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള കാഴ്ചകളും എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിരുന്നു. നമ്മളുടെ ക്യാമ്പർ സെറ്റ് ചെയ്യുന്നതും ടെൻറ്റ് സെറ്റ് ചെയ്യുന്നതും പിന്നീട് എയർബിഎൻബിയുടെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനകത്ത് കുറേ തമാശകളും കളിയും ചിരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക. ക്യാമ്പ് ഫയർ ഇല്ലാത്തൊരു ക്യാമ്പിംഗ് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അല്ലേ? അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ചിക്കൻ ഗ്രില്ലിങ്ങും കൂട്ടത്തിൽ ഒരു ക്യാമ്പ് ഫയറും ഡാൻസും പാട്ടും ഒക്കെയാണ്. നമ്മൾ വന്ന ശേഷം ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഈ വുഡും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ലഭിച്ചായിരുന്നു. നല്ല വെതർ ആയിരുന്നു കേട്ടോ, നല്ല തണുപ്പൊക്കെ ആയിട്ട്. പിന്നെ ആ ക്യാമ്പ് ഫയറിന്റെ ചൂടിലൊക്കെ നിൽക്കാൻ നല്ല രസമായിരുന്നു. നല്ല ഡാൻസും പാട്ടൊക്കെയാണ്. എനിക്ക് പിന്നെ ഇതിനകത്തൊന്നും അധികം ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചില്ല, കാരണം കുഞ്ഞി ഉറക്കത്തിലായിരുന്നു. കുഞ്ഞി എടുത്തിട്ട് ഞാൻ അവിടെ ഒരു ചെയറിൽ ഇരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പോയി കിടക്കണം എന്ന് പറഞ്ഞ കാരണം കൊണ്ടുപോയി കിടത്തുകയും ചെയ്തു. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും തലേ ദിവസത്തെ എൻ്റെ കയ്യിലില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് നമ്മൾ അറിയുന്നത് തലേ ദിവസം നമുക്കൊരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു. അതാരപ്പോൾ ക്യാമ്പിംഗ് സ്പോട്ടിൽ അതിഥി എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? വേറെ ആരുമല്ല, നല്ലൊരു കുഞ്ഞി പാമ്പായിരുന്നു. ഇത് മുറ്റത്ത് ചത്ത് കിടക്കുമായിരുന്നു. നമ്മൾ അതിന് എടുത്ത് മരത്തിൽ കയറ്റി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഇവർ വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്. അപ്പോൾ ആ പൂച്ച കൈകാര്യം ചെയ്തിട്ടതാവാനേ വഴിയില്ല. പിന്നെ നമ്മൾ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വിഷമുള്ള പാമ്പൊന്നും അല്ലായിരുന്നു കേട്ടോ. ഓസ്ട്രേലിയയിൽ പൊതുവേ പാമ്പുകൾ കൂടുതലാണെന്നാണ് പറയുന്നത്. നമ്മൾ ആരും തന്നെ ഇവിടെ ഒരു പാമ്പിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതാ നമ്മളുടെ ക്യാമ്പിംഗ് സ്പോട്ടിന്റെ അപ്പുറമുള്ള വീടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഏക്കർ കണക്കിന് ഭൂമിയുടെ ഇടയിലാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം കുക്കിങ്ങും വർത്താനം പറച്ചിലും കളിയും ചിരിയായിട്ട് പകുതി അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. രാവിലെ ദോശയും തക്കാളിക്കറിയും ആയിരുന്നു. ഉച്ചത്തേക്ക് നമ്മൾ നല്ല അടിപൊളി ഗീ റൈസും ചിക്കൻ കറിയും ആക്കി. കുക്കിങ്ങിന്റെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞിയുടെ ഇൻട്രൊഡക്ഷൻ? നല്ലായിരുന്നോ? അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയ സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെ അടുത്തൊരു ക്രീക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രീക്കിൽ കുളിക്കാനായിട്ട് പോവാണ്. കുഞ്ഞ് ഭയങ്കര കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ആള് നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങോട്ടേക്കുള്ള യാത്ര ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. രണ്ട് സൈഡുകളിലും ഇതുപോലെ വലിയ വലിയ പൈൻ മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ഒരു ട്രക്കിംഗ് ജേർണി ഒക്കെ ആയിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ നല്ല പൊടിയും പറപ്പിച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ടിലത്തെ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. നല്ല പൊടിയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് വണ്ടിയിലും നിറയെ പൊടി. അങ്ങനെ ഒരു യാത്രയും നമ്മൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യമു ക്രീക്ക് എന്നായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന ക്രീക്കിന്റെ പേര്. നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന ബെനാർക്കിൻ നോർത്തിൽ നിന്നും യമു ക്രീക്കിലേക്ക് ഏറെക്കുറെ ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ കാറിൽ. നല്ലൊരു ഓഫ് റോഡ് ജേർണി ആയിരുന്നു കേട്ടോ ഈ യമു ക്രീക്കിലേക്കുള്ളത്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവസാനം ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ക്രീക്കിൽ എത്തിയിട്ടുണ്ട്. ആൾതാമസം വളരെ കുറവുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ യമു ക്രീക്ക് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ചെന്ന സമയത്ത് നിറയെ ക്യാമ്പേഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രേ പൊടിയുണ്ടായിരുന്നു. ഇക്കൂട്ടത്തിൽ കുഞ്ഞായിരുന്നു കേട്ടോ ഏറ്റവും എക്സൈറ്റഡ്. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്തി ഒന്ന് കുളിച്ചാൽ മതി. അവള് സ്വിമ്മിങ് സ്യൂട്ടൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രദേശങ്ങളും തകിടം മറിച്ചുകൊണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച. ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരു കാപ്പി കളറിലുള്ള വെള്ളമായിരുന്നു കേട്ടോ. ചെളി വെള്ളം പോലത്തെ വെള്ളമായിരുന്നു അവിടെ ഉണ്ടായത്. കണ്ടതോടുകൂടി ഞങ്ങളുടെ മനസ്സാകെ മരവിച്ചു. കുഞ്ഞാണെങ്കിൽ ഒരൊറ്റ ഓട്ടമായിരുന്നു. ഒരു സൈഡിൽ ഒരു ചെരുപ്പ്, അടുത്ത സൈഡിൽ മറ്റു ചെരുപ്പൊക്കെ ആയിട്ട് അവൾ ഇപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഒട്ടും കൊള്ളില്ലാത്ത വെള്ളമായിരുന്നു. നമുക്ക് കാല് പോലും നനയ്ക്കാൻ തോന്നില്ലാത്ത പോലത്തെ വെള്ളമായിരുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഞങ്ങൾ കുറേ നേരം മാനത്തേക്കൊക്കെ നോക്കി. അവിടെ ഇറങ്ങണം, കാല് നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അടിക്കടെ വല്ല മുതലേ വന്ന് പിടിച്ചിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും സമീപനം വലിച്ച് കരയിൽ തന്നെ നിൽക്കുമായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, വെള്ളത്തിൽ ഇറങ്ങാൻ കൊള്ളില്ല എന്ന് കുഞ്ഞിയെ പഠിപ്പിക്കാൻ തന്നെ കുറേ അധികം സമയം എടുത്തു. കുറേ നേരം നിന്നു, അത് കഴിഞ്ഞപ്പോൾ ഇരുന്നു. അങ്ങനെ കുറേ സമയം പോയിട്ടോ. ചെളി വെള്ളത്തിന്റെ ഒരു മണം. തൊടി ഊരി പിടിക്കുക.
ഞാനിവിടെ തട്ടി അങ്ങനെ ഇത് ലാസ്റ്റ് ടെക്നിക്ക് അതറിയില്ല, അടിച്ച് കരക്കിടും. ബ്രഷ് വല്ലതും കൊടുക്കണോ വണ്ടിയില്? നിങ്ങളുടെ ബാക്കിൽ പറഞ്ഞുണ്ട്. കുഞ്ഞാ വൈകിട്ടത്തേക്ക് ഫ്രൈ ചെയ്യാം. കുഞ്ഞിന് വേണ്ടിട്ടാണ് ഞാന് മീനെ പിടിച്ചിട്ട്. വലിയ എന്തെങ്കിലും ബോട്ടിലുണ്ടെങ്കിലും എടുക്ക്. കണ്ടാടാ നീ എന്റെ കഴിവ്. വിത്ത് വെള്ളം ഞങ്ങൾ അവസാനം അവന്റെ കാട്ടിലോട്ട് പറഞ്ഞു, വീട്ടിലോട്ട് തന്നെ തിരിച്ചു വിട്ടു. ഞങ്ങളുടെ അതിഥിയെ ഞങ്ങൾ പറഞ്ഞയച്ചു. ഈ ഒരു മുഹൂർത്തം നമ്മളെ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇവനെ അവന്റെ പുതിയ ജീവിതത്തിലേക്ക് വിട്ടുകൊണ്ട് സബാനോട് ഞാൻ പറയുകയാണ്, അഴിച്ചു വിടുക ദൈവത്തിന്റെ നാമത്തില്. അതിന് മാമോദിസ നോക്കി ചേട്ടൻ വരാം. എന്താ വേണ്ട ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ തരാറില്ല, കുഞ്ഞു പിള്ളേര് ചോദിച്ചു കഴിഞ്ഞാൽ തരും. ഇങ്ങനെ എനിക്ക് ഇച്ചിരി ചോക്ലേറ്റ് തരുവോന്ന് പറഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. കുഞ്ഞിന് ചോക്ലേറ്റ് ഞാൻ ചോദിച്ചാൽ ചോദിക്കാൻ പോലെ ചോക്ലേറ്റ് ഇവന്റെ പുരുഷോ അവിടെ നിന്ന് ചോദിക്കാം, അപ്പൊ തരും, കിട്ടും. ചെല്ലേ ലോലിപോപ്പ് തന്നെ. അങ്ങനെ കുറേ നേരത്തെ കളിയും ചിരിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വന്നിട്ട് കളിയൊന്നും നടന്നിട്ടില്ല. അങ്ങനെ നമ്മൾ വളരെ നിരാശയോടെ മടങ്ങാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലാണ് ദാ ഈ ഒരു ബേർഡിനെ കണ്ടത്. കുക്കുബിഴ എന്നാണ് കേട്ടോ ഈ ബേർഡിന്റെ പേര് വരുന്നത്. ഇത് ഓസ്ട്രേലിയയിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്, അപ്പോൾ അതും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.